ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി. ഈ കറി ഉണ്ടാക്കാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 വലിയ സവാള, 3 പഴുത്ത തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അതിന് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അതൊക്കെ വഴറ്റിയെടുക്കണത്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമണം മാറണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ 3 സവാള അരിഞ്ഞത് അതിലിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വറുത്തരച്ച മുട്ടക്കറി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടു. ഈ സവാള ഒന്ന് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കറിയിലേക്കുള്ള മുട്ട കുക്കറിലാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തത്. കുക്കറിൽ ഒരു വിസിൽ കയറ്റിയെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അതിൽ തന്നെ വെച്ചതിന് ശേഷം വെയിറ്റ് പൊന്തിച്ചിട്ട് അതിൻ്റെ എയറൊക്കെ പോക്കുക. അപ്പം മുട്ട നല്ല പാകത്തിൽ വെന്ത് കിട്ടും. ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ആ 3 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ആ മുറിച്ച് വെച്ച 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടും കറിയിൽ ചേർത്തട്ടോ. അപ്പം കറിയുടെ ഗ്രേവി ഒന്നും കൂടി തിക്കാവും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർത്തണില്ല, ഇതുപോലെ തന്നെയാണ് വഴറ്റി ചേർത്തണത്. ഇപ്പം തക്കാളി സവാളയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്തി കൊടുക്കുക. 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളി തക്കാളിയും ഈ അരപ്പും ഒക്കെ കൂടി നല്ലോണം ഒന്ന് വഴണ്ടി വരണം. അതിന് ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ സവാളയിലേക്കും തക്കാളിയിലേക്കൊക്കെ നല്ലോണം ഈ അരപ്പൊന്ന് പിടിക്കണം. അതുവരെ വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ അടുപ്പത്ത് ചുടുവെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചുടുവെള്ളം ഒരു പാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ, ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതിന് പാകം കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തടച്ച് വയ്ക്കുക. കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം മൂടി തുറന്ന് വെക്കുക. കറി നല്ലോണം തിളച്ചിട്ട് ആ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്നൊക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കുക. ഈ മുട്ടയ്ക്ക് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഇത് അരപ്പൊക്കെ അതിൽ നല്ല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പം ഇപ്പം എല്ലാ മുട്ടകളും അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിച്ചപ്പ്, മല്ലിയില അരിഞ്ഞത് വേദം ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഞാൻ ഉപ്പ് പാകം നോക്കിയപ്പം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കുക. ഗ്യാസ് ഓഫാക്കിയാലും കറി ഒന്നും കൂടി ഈ ചട്ടിയിൽ തന്നെ നിന്നിട്ട് തിളച്ച് കുറുകും.
അങ്ങനെ ഈസി ടേസ്റ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മുട്ടക്കറി. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ടാണ് പാത്രത്തിലേക്ക് മാറ്റിയത്. കറി ചൂടാറി വരുമ്പോൾ ഗ്രേവി ഒന്നും കൂടി കുറുകും, നല്ല സെറ്റായിട്ട് വരും. എനിക്കപ്പോൾ അതിന് സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.